പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 38-ാം ദിനം. തേഞ്ഞു തീരുന്നവർ. യവനക്കാർക്കിടയിൽ ഇങ്ങനെ വിചിത്രമായൊരു ചിന്തയുണ്ട്. ഒരാൾ ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗകവാടത്തിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖ അയാളുടെ പാദങ്ങളും ഹൃദയവും പരിശോധിക്കും. തേഞ്ഞ പാദങ്ങളും തുളവീണ ഹൃദയവുമുള്ളവനെ മാലാഖ സ്വർഗത്തിലേക്ക് ആനയിക്കും. സ്വർഗവഴിയിലെ പാദങ്ങളെല്ലാം തേഞ്ഞുപോയ പാദങ്ങളാണ്. മറ്റുള്ളവർക്കും ദൈവരാജ്യത്തിനും വേണ്ടി ഓടി നടന്ന് തേഞ്ഞ പാദങ്ങൾ. ജീവിതത്തിൽ 2 മാർഗങ്ങൾ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ സ്വാർത്ഥതയുടെ സ്വസ്ഥതയിൽ ജീർണിച്ചില്ലാതെയാകാം, അല്ലെങ്കിൽ നിസ്വാർത്ഥത്തിൻ്റെ അസ്വസ്ഥതയിൽ തേഞ്ഞില്ലാതെയാകാം. സ്വർഗകവാടത്തിൽ സുന്ദരമായ കാലുകളുമായി നിൽക്കുന്നവരെ നോക്കി മാലാഖമാർ ചിരിച്ചു പോകും. ഇത്രമാത്രം ഓടി നടന്ന് പ്രവർത്തിക്കണോ എന്ന ചോദ്യം നാം പലപ്പോഴും കേൾക്കാറില്ലേ? ഒരു സെമിത്തേരിയിലെ കല്ലറയ്ക്ക് മുകളിൽ ഇപ്രകാരം ഒരു ശിലാലിഖിതം: ഒരിക്കലും തുറക്കപ്പെടാതെ മടങ്ങിപ്പോയൊരാൾ. റിട്ടേൺഡ് വിതൗട്ട് ഓപ്പൺഡ്. നമ്മിൽ പലർക്കും നന്നേ യോജിക്കുന്ന ശിലാഫലകമാണത്. ആർക്കും വേണ്ടി തുറക്കപ്പെടാതെ, ആർക്കും വേണ്ടി ഒന്നും ചെയ്യാതെ, ആർക്കും ഒന്നും കൊടുക്കാതെ ചത്തുജീവിച്ച് കെട്ടുപോകുന്ന ജന്മങ്ങൾ. എല്ലാവരും സഞ്ചരിക്കുന്ന രാജപാതകളിൽ തേഞ്ഞ പാദങ്ങൾ പൊതുവെ കാണില്ല. എന്നാൽ അധികം പേർ എത്തിച്ചേരാത്ത സ്വർഗത്തിൻ്റെ ഇടുങ്ങിയ വഴിയിൽ നിറയെ തേഞ്ഞ പാദങ്ങൾ കാണാം. ചിത്രശലഭം അമ്മയായ കൊക്കൂണിനോട് പരാതി പറയുന്നു: ഞാനിത്ര സുന്ദരിയായിരിക്കെ നീ എന്തേ ഇത്ര വികൃത രൂപം പൂണ്ടു? അമ്മ പറഞ്ഞു: നിന്നെ സുന്ദരിയാക്കാനല്ലേ ഞാൻ എൻ്റെ സൗന്ദര്യം ഉപേക്ഷിച്ചത്. ഞാൻ വിരൂപയായി സ്വയം മാറി നിന്നെ പൊതിഞ്ഞ് സൂക്ഷിച്ചതുകൊണ്ടല്ലേ എന്നെ തന്നെ കീറിമുറിച്ച് ആകാശത്തേക്ക് സൗന്ദര്യത്തികവിൽ പറക്കാൻ നിനക്കായത്. നിന്നെ സുന്ദരിയാക്കാൻ ഞാൻ വൈരൂപ്യം തിരഞ്ഞെടുത്തു. ചിത്രശലഭം അമ്മയെ വീണ്ടും വീണ്ടും ചുംബിച്ചു പറഞ്ഞു: അമ്മേ, എത്ര സുന്ദരമായ വൈരൂപ്യമാണ് നിൻ്റേത്. അതുതന്നെയാണ് വിശുദ്ധ ഐറേനിയസ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതും: ഭൗമികരെ സ്വർഗീയരാക്കാൻ സ്വർഗീയൻ ഭൗമികനായി എന്ന്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം: ഞാൻ ഇരുന്ന് തുരുമ്പിക്കുന്നവനോ, അതോ ദൈവരാജ്യത്തിനും അതിൻ്റെ മൂല്യങ്ങൾക്കും വേണ്ടി തേഞ്ഞ് ഇല്ലാതെയാകുന്നവനോ? സസ്നേഹം, ഈപ്പനച്ചൻ.